1980 90 കാലഘട്ടം നമ്മുടെ തിരശീല കീഴടക്കിയ സിനിമാ ലോകം വെട്ടിപ്പിടിച്ച ഒരു വെള്ളി നക്ഷത്രമായിരുന്നു നമ്മുടെ അംബിക. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടിയുടെ കൈയിൻ്റെ ഉള്ളം കയ്യിലാണ് തമിഴ് സിനിമയും മലയാള സിനിമയും. അതുപോലുള്ളൊരു കാലം ആ സുന്ദരിക്ക് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെറുപ്പകാലത്തിൽ അംബിക നാട്ടിൽ ശരിക്കും ഒരാളുടെ മുഖത്ത് പോലും നോക്കാത്ത ഒരു നാണം കുടുങ്ങി പെണ്ണായിരുന്നു. അവിടെ അന്ന് ലൈനടിക്കാൻ നടന്ന ചെറുപ്പക്കാർക്ക് ഇപ്പോൾ പ്രായമായി അവർ പറയണത് അങ്ങനെയാണ്. അംബിക വല്ല വഴിക്കൊക്കെ പോയിട്ട് വരുമ്പോൾ അംബികയുടെ ആദ്യം കൂടി വരുമ്പോൾ ഇവരെന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യും, കാണാൻ നല്ല ഭംഗിയുണ്ടെന്നോ, അത് ചെയ്തെന്നോ, ഇത് ചെയ്യുന്നോ, നാളെ സാരിയിട്ട് വരുന്നോ, അല്ലെങ്കിൽ ചുരിദാറിട്ട് വരുന്നോ, പൊട്ടുകുത്തി വരുന്നൊക്കെ ഓരോന്ന് വിളിച്ച് അവർ കമൻറ്റ് ചെയ്യും. കമൻറ്റ് ചെയ്യുമ്പോൾ രാധ ഉരുളയ്ക്ക് ഉപ്പേരി അപ്പം കൊടുക്കും. അപ്പോഴും അംബിക തല കീപ്പിട്ടിട്ട് നടക്കുള്ളൂ. നാട്ടും പ്രദേശത്ത് ഒരാളോട് പോലും എതിർത്ത് സംസാരിക്കില്ല. അത്രയും നല്ലൊരു നാടൻ പെൺകുട്ടിയായിരുന്നു നമ്മുടെ അംബിക. ആ അംബികയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമയെ കീഴടക്കി എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ഉണ്ടെങ്കിലും അംബികയുടെ ആ നല്ല സമയത്ത് അംബികനെ പിടിച്ചു കുലുക്കിയ, അംബികനെ ഭീകരതയിലാക്കിയ, അംബികനെ ആത്മഹത്യയുടെ വക്കിലെത്തിച്ച, ആത്മഹത്യ ചെയ്യാനുള്ള എല്ലാ സെറ്റപ്പും ശരിയാക്കി അങ്ങനൊരു അവസ്ഥ ചെന്നൈയിൽ വെച്ചിട്ട് നമ്മുടെ അംബികയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഏറ്റവും വലിയ തുർക്കട ഘട്ടം, ഏറ്റവും വലിയ സിനിമകളിൽ നിന്ന് തന്നെ ഔട്ടാക്കാണ്ടായുള്ളൊരു സംഭവം. അത് ഇപ്പോൾ ആലോചിക്കുമ്പോൾ പോലും അംബികയ്ക്ക് ഭയങ്കര പേടിയാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ നടുങ്ങും. ആ ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അംബിക ഒരു ഡ്രൈവറുണ്ട്, ഒരു ചെറുപ്പക്കാരൻ, ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ. എല്ലാ ലൊക്കേഷനിലേക്കും അവൻ്റെ വണ്ടിയിലാണ് പോവുക, സ്വന്തം കാറിൽ അവനാണ് ഡ്രൈവർ. കുറച്ച് ദിവസമായിട്ട് ലൊക്കേഷനിൽ ചെല്ലുമ്പോൾ ഡ്രൈവറെ കാണാനില്ല. അപ്പോൾ അംബിയോട് ചോദിക്കുമ്പോൾ പറയും അംബിക സെൽഫായിട്ട് ഡ്രൈവിങ് പോയി ചെയ്ത് ചെല്ലണത്. ചോദിക്കുമ്പോൾ പറയും, അല്ലെങ്കിൽ ലൊക്കേഷനിലെ വണ്ടിയിൽ പോവും, എനിക്ക് വണ്ടിയില്ല, നിങ്ങൾ ആരെങ്കിലും വണ്ടി വിടാൻ പറയാം, അപ്പോൾ വണ്ടി വന്ന് പോവും. ചോദിക്കുന്നോട് പറഞ്ഞ് അവൻ നാട്ടിൽ പോയി, അവനെ ജോലി ഉപേക്ഷിച്ച് പോയി എന്ന് പറയും. പക്ഷേ ആരോ ഒരു കഥ പടച്ചുണ്ടാക്കി. എന്താണ്? അംബികയുടെ ഡ്രൈവറെ കൊന്ന് കഷ്ണങ്ങളാക്കി സെപ്റ്റി ടാങ്കിലിട്ടു എന്നുള്ളതാണ് ആരോപണം. ഈ ആരോപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെന്നൈയിൽ അങ്ങോട്ട് കത്തിപ്പടരാണ് ആരോപണം. അതേപോലെ തന്നെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് കണ്ടമാനം ഡ്രൈവേഴ്സിൻ്റെ യൂണിയൻ, സിനിമാക്കാർ, പോലീസ് എല്ലാം കൂടി ചെല്ലണം. അംബിക പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല, ഞാൻ നിരപരാധിയാണ്, അവൻ നാട്ടിൽ പോയിക്കണം, ഒരാൾ പോലും വിശ്വസിക്കുന്നില്ല. അങ്ങനെ വ്യാജ പ്രചരണം വളരെ ഗംഭീരമായിട്ട് കൊടുമ്പിരി കൊണ്ടോടുകൂടിയിട്ട് പല സിനിമക്കാരും അംബികനെ ഒഴിവാക്കി. കന്നഡ സിനിമ, തെലുങ്ക് സിനിമ, തമിഴ് സിനിമയിൽ നിന്നൊക്കെ അംബികനെ ഒഴിവാക്കി. അംബിക ആകെ പേടിച്ച് ഒരു റൂമിൽ അടച്ചിട്ടിരിക്കേണ്ട ഒരു സ്ഥിതി വന്നു. അപ്പോൾ അംബികയ്ക്ക് ധൈര്യം കൊടുത്ത് വന്ന ഒരാളാണ് നമ്മുടെ MG, അന്നത്തെ തമിഴ്നാട് ഭരിക്കുന്ന MGR വിളിച്ചിട്ട് പറഞ്ഞു, അതെ, ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെളിയിക്കും, ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെയാണ് ഇതിന് പിന്തുണയായിട്ട് 1-2 സംവിധായകരും കൂടി വന്നു. അപ്പോൾ ആ സംവിധായകരുടെ ഇടപെടലും അതുപോലെ തന്നെ നമ്മുടെ MGRയുടെ ഇടപെടലും കൂടിയിട്ട് അവർ വന്ന് കേരളത്തിൽ അന്വേഷണം നടത്തിയിട്ട് ആ ചെറുപ്പക്കാരനെ കേരളത്തിൽ നിന്ന് ചെന്നൈയിലെത്തിച്ച് ഇവൾക്കെതിരെ പടം നീക്കിയ, അവരെ അംബികയ്ക്കെതിരെ പടം നീക്കി അവരെ മുമ്പിൽ ഈ ചെറുപ്പക്കാരനെ കൊണ്ടുവരണം. ആ ചെറുപ്പക്കാരൻ പറയണം, എനിക്ക് വീട്ടിലെൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ, ഞാനിവിടെ ജോലി ചെയ്താൽ ശരിയാവില്ല, അതുകൊണ്ട് ഞാൻ സ്വയമേ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയതാണ്. മേഡം എനിക്ക് എത്ര പൈസ വന്നിട്ട് എന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചെന്നറിയാം, ഞാനും മേഡമായിട്ട് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞോട് കൂടിയിട്ട് അംബികയ്ക്കെതിരെ ഒരു ലോബി കളിക്കുന്നുണ്ട് അവിടെ. അംബിക ഇത്രയും വലിയ ഫേമസ് ആയപ്പോൾ അംബികനെ തകർക്കാൻ വേണ്ടിയിട്ട് കുറേ നായികമാരും കൂടി കളിച്ച കളി, അവരെ ചാൻസൊക്കെ നഷ്ടപ്പെട്ടു. അവരും കൂടി കളിച്ചൊരു കളീനത് ഈ പാവം അംബികനെ. അംബിക വെച്ചിട്ട് ഇതൊക്കെ അറിഞ്ഞ് ആകെ പേടിച്ച് വിഷമിച്ച് ആകെ കഷ്ടത്തിലായി. അത് കഴിഞ്ഞിട്ടാണ് MGRോട് പോയി വിവരങ്ങളൊക്കെ പറഞ്ഞത്, ഞാൻ നിരപരാധിയാണ്, എന്നെ ഇപ്പോൾ ആകെ ക്രൂശിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോഴാണ് MGR ഈ കാര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കി, എല്ലാവരും മനസ്സിലാക്കി കൊടുത്തു. ഡ്രൈവേഴ്സ് യൂണിയൻ സമരം നിർത്തി വീണ്ടും പടങ്ങളിലെ തെക്ക് നിരക്കിലേക്ക് അംബിക യാത്ര ചെയ്യും. ആ കാര്യം ഇപ്പോൾ അംബികയ്ക്ക് ആലോചിക്കുമ്പോൾ ഒരു ഞെട്ടലാന്ന് പറയണത്. അപ്പോൾ ഓരോ
വാർത്തകളും വളച്ചൊടിച്ച് ഇല്ലാത്ത വാർത്തകളാക്കിയിട്ട് ഓരോരുത്തരെ കാതിലെത്തിക്കുക. അത് ആ വാർത്തയുടെ ഉറവിടം എവിടെയാണെന്നത് സത്യം എന്താണെന്നൊന്നും ആരും അന്വേഷിക്കുന്നില്ല. പക്ഷെ ഈ വാർത്തയിൽ വരുന്ന വ്യക്തി ചിലപ്പോൾ ഈ ആത്മഹത്യ ചെയ്യാം, ചിലപ്പോൾ അതോടെ മെൻ്റലാവാം, പലതും സംഭവിക്കാം. അതുകൊണ്ട് ഒരു വാർത്ത കിട്ടിയാൽ അതിൻ്റെ നിജം എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾ മാത്രം